ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചുരിദാർ ടോപ്പിൻ്റെ ഗ്രാഫ്, കട്ടിങ്, സ്റ്റിച്ചിങ്, അതുപോലെ പാരലൽ പാൻസിൻ്റെ ഗ്രാഫ്, കട്ടിങ്, സ്റ്റിച്ചിങ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു 3-4 ദിവസം ഇപ്പോൾ ഗ്യാപ്പും കൂടി ഇടയിൽ വെച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത് പഠിച്ചു കഴിഞ്ഞവർ ആണ് ഇത് നോക്കേണ്ടത്. കാരണം ഈ ലൈനിങ് ടോപ്പിന് ലൈനിങ് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ ടോപ്പ് കട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് കട്ട് ചെയ്ത ഒരു ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ലൈനിങ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ടോപ്പ് കട്ട് ചെയ്യുന്ന അറിയാത്തവർ ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടതിന് ശേഷമായിരിക്കണം ഇത് കാണുന്നത്. ലൈനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ടോപ്പിന് ലൈനിങ് വെക്കുമ്പോൾ നമ്മൾ ടോപ്പിന് കഴുത്തിനൊരു പീസ് കട്ട് ചെയ്യുമല്ലോ, ആ പീസ് ആവശ്യമില്ല. പക്ഷേ ചില ടോപ്പിന് ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു നെറ്റ് ടൈപ്പ് തുണിയാണ് ടോപ്പെങ്കിൽ, അല്ലെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു തുണിയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പീസും കൂടി ആവശ്യമാണ്. അല്ലാത്ത ടോപ്പിനൊന്നും ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ആ നെക്ക് പീസ് ആവശ്യമില്ല. നെക്ക് പീസിന് പകരം ഈ ലൈനിങ് തന്നെയാണ് വെച്ച് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അത് അടിക്കുന്നതിൽ ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ തുണി വാങ്ങുമ്പോൾ, ലൈനിങ് തുണി ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കിട്ടുന്ന തുണികൾ കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള തുണിയാണ്. ഏകദേശം ഒരു 10-20 രൂപയൊക്കെ മീറ്ററിന് വിലയുള്ള തുണിയാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കളർ തന്നെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ലൈനിങ് വെക്കുമ്പോൾ. അഥവാ കറക്റ്റ് കളർ ഇല്ലെങ്കിൽ ഡാർക്ക് കളറിന് ബ്ലാക്കും ലൈറ്റ് കളറിന് വൈറ്റും വെച്ചാലും മതി. പക്ഷേ എങ്കിലും എപ്പോഴും കറക്റ്റ് കളർ കിട്ടുമ്പോഴാണ് ആ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് നല്ലൊരു നീറ്റായിട്ട് തോന്നല്. പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ സ്വിസ് ഓയിലിൻ്റെ തുണി കിട്ടും. അത് നല്ല തുണിയാണ് നമുക്ക് ലൈനിങ് വെക്കാൻ. പക്ഷെ നാട്ടിലുള്ള തുണിയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ തുണി ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് അലക്കിയിടുക. കാരണം എന്താ പറഞ്ഞാൽ അലക്കിയിട്ടതിന് ശേഷം അത് അത് ശരിക്കും ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് അയൺ ചെയ്യണം. അതായത് ഇസ്തിരി ഇട്ടിട്ട് അതിൻ്റെ നനവ് ഫുൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്തിരി ഇടണം. കാരണം ഫുൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്തിരി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫുൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ നനവോടെ അത് ഇസ്തിരി ഇട്ട് വെച്ചതിന് ശേഷം പിന്നീട് ഉണങ്ങിയതിന് ശേഷമായിരിക്കണം ലൈനിങ് കട്ട് ചെയ്യുന്നത്. അല്ലാതെ അത് കഴുകാതെ കട്ട് ചെയ്താൽ ചിലപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തുണിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം ആ തുണി അല്ലെങ്കിൽ ആ ടോപ്പ് അലക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ലൈനിങ് തുണി ചുരുങ്ങിപ്പോകുമ്പോൾ ഈ ടോപ്പ് മീതെയുള്ള തുണിൻ്റെ അളവുമായിട്ട് ആ ലൈനിങ് തുണി വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുണി കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഒന്ന് അലക്കി നനവോടുകൂടി ഇസ്തിരി ഇട്ട് അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അവിടെയൊക്കെ കിട്ടുന്ന ഈ സ്വിസ് ഓയിലിൻ്റെ തുണിയാണെങ്കിൽ അത് ആവശ്യമില്ല, അത് നല്ല തുണിയാണ്. ഇനി ലൈനിങ് തുണി എങ്ങനെയാണ് ലൈനിങ്ങിൻ്റെ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ താഴെ വീതിക്കനുസരിച്ച് തുണി രണ്ടായി മടക്കി വെക്കാം. അതിന് ശേഷം ഈ തുണി ഇത് ഞാൻ താഴെ വീതിക്കനുസരിച്ചാണ് മടക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതിൽ ബാക്ക് പാർട്ടോ ഫ്രണ്ട് പാർട്ടോ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റാക്കി വെച്ചു. അപ്പോൾ ഈ കഴുത്ത്, കൈക്കുഴി, ഇതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത്, വേസ്റ്റ് വിഡ്ത്ത് ഇതൊക്കെ കറക്റ്റായിരിക്കണം. പക്ഷെ ലെങ്ത്ത് മാത്രം ഒരു 3 ഇഞ്ച്, അതൊരു 2-3 ഇഞ്ച് കുറവായിരിക്കണം. കാരണം ഫുൾ ലെങ്ത്ത് എടുക്കണ്ട. എപ്പോഴും ഈ ലൈനിങ് പീസ് ശരിക്കുള്ള അളവിനേക്കാളും ഒരു 2-3 അല്ലെങ്കിൽ 4 ഇഞ്ച് കുറവായിട്ട് എടുത്താൽ മതി. ബാക്കി ഈ കഴുത്ത്, കൈക്കുഴി ഇതൊക്കെ കറക്റ്റ് സെയിം അളവായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ടൈപ്പ് പിന്ന് ഒരു സെറ്റ് വാങ്ങി വെക്കണം. എന്നിട്ട് അതൊന്ന് കുത്തി വെക്കുക. ഇപ്പോൾ കോട്ടൺ തുണിയാകുമ്പോൾ വലിയ പ്രശ്നമില്ല, അങ്ങനെ അനങ്ങി പോവില്ല. എന്നാലും കുത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് പോളിസ്റ്റർ ടൈപ്പ് തുണിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സിൽക്കി ടൈപ്പ് തുണിയാണെങ്കിൽ എന്തായാലും കുത്തി വെക്കണം. ഇത് ഈ സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ലെങ്ത്ത് മാത്രം വ്യത്യാസം വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാ അളവുകളും കറക്റ്റായിരിക്കണം, ടോപ്പിൻ്റെ സെയിം അളവായിരിക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം അതേപോലെ മറ്റേ പീസും നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മടക്കിയ ഭാഗമാണ്. അപ്പം ടോപ്പിൻ്റെയും മടക്കിയ ഭാഗവും ലൈനിങ്ങിൻ്റെ മടക്കിയ ഭാഗവും ഒപ്പമായിരിക്കണം. ഈ കഴുത്ത്, കൈക്കുഴി ഒക്കെ ഒരളവ് മാറാൻ പാടില്ല.
ജസ്റ്റ് ലെങ്ത്ത് മാത്രം വ്യത്യാസം വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് അതേപോലെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കൈക്ക് ലൈനിങ് വേണോ എന്നുള്ളത്. അതായത് നമ്മൾ ബോഡിക്ക് ലൈനിങ് വെക്കുന്ന എല്ലാ ടോപ്പിൻ്റെയും കൈക്ക് ലൈനിങ് നിർബന്ധമില്ല. പിന്നെ നല്ല ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ ആ ടൈപ്പൊക്കെ ആണെങ്കിലേ ലൈനിങ് ആവശ്യമുള്ളൂ, അത് അത്യാവശ്യമുള്ളൂ. പക്ഷേ ഓരോരുത്തർക്കും അവരവരെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം ചിലർക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കാം, അല്ലെങ്കിൽ ബോഡിക്ക് വെച്ചതുകൊണ്ട് മാത്രം കൈക്ക് വെക്കണം എന്നില്ല. കാരണം ബോഡി ആകുമ്പോൾ കുറച്ച് നേരിയ തുണിയാണെങ്കിൽ തന്നെ നമുക്കൊരു ദേഹത്തൊട്ടി പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ലൈനിങ് ഉണ്ടാകുമ്പോൾ ഒരു കുറച്ച് വൃത്തിയാണ് അത് കാണാൻ. പക്ഷേ അത് ആ പ്രശ്നമില്ല. അതുകൊണ്ട് കൈക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈനിങ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് തുണിയാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. എങ്കിലും ഞാൻ എങ്ങനെയാണ് ലൈനിങ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഈ തുണിക്ക് ലൈനിങ് കൈക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ലൈനിങ് വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തുണിയിൽ കട്ട് ചെയ്യുന്നില്ല, ഈ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പം കൈയിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, രണ്ട് കൈയും ഒരേപോലെ ആയതുകൊണ്ട് ഇത് നമ്മൾ കൈ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ലൈനിങ് തുണിയും 4ആയിട്ട് മടക്കാം. അതായത് ആദ്യം ഒന്ന് മടക്കി, പിന്നെ അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി, അപ്പോൾ 4ആയിട്ട് മടക്കി. ഇനി നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ ടോപ്പ് വെച്ച പോലെ സെയിം അളവിൽ, പക്ഷേ ടോപ്പിന് നമ്മൾ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്, ബോഡിക്ക് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്, പക്ഷേ കൈ സെയിം അളവ് തന്നെ കട്ട് ചെയ്യുക. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗം കുറച്ച് കൂടുതൽ കുഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ അളവിലല്ല, ഈ അളവിൽ ആദ്യം കട്ട് ചെയ്യണം. അതിന് ശേഷം ഒരു ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒരേപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് തന്നെ പിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മീതെ അത് കൂടുതൽ കട്ട് ചെയ്ത അതിനനുസരിച്ച് പിന്നെ ആദ്യം മുറിച്ച്, എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് കൂടുതൽ കുഴിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം കട്ട് ചെയ്തെടുത്ത്, അങ്ങനെയാണ് കൈ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൈ ലൈനിങ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ എല്ലാ ബോഡിക്കും എല്ലാ ടോപ്പിനും പിന്നെ കൈക്ക് ലൈനിങ് അത്യാവശ്യമില്ല. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പിന്നെ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് മൊബൈലൊന്നും ആവശ്യം വരില്ല. കാരണം അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് അടുത്ത ആഴ്ച. അപ്പോൾ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കോഴ്സായിട്ട് തന്നെയാണ് ഇതെടുത്ത് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ നമ്പർ 1, 2, 3 എന്നങ്ങനെ ഒരു ഓർഡറിൽ തന്നെ പോയിട്ടുള്ളത്. കാരണം ഓരോ ഇതും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഞാൻ ഓരോ സന്ദർഭത്തിലും എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്ന ടിപ്സും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു ക്ലാസ്സിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എല്ലാ ഇതും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതൊരു കോഴ്സായിട്ട് അതിൻ്റെ ഫുൾ ഇതിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ ക്ലാസ്സും എല്ലാ വീഡിയോസും കാണണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരാൾ കമൻസിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ അവർ ചോദിച്ചത് റെഡിമെയ്ഡ് ടോപ്പിന് ഇനി ലൈനിങ് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ലൈനിങ് വെക്കാനുള്ള ഒരു റെഡിമെയ്ഡ് ടോപ്പാണെങ്കിൽ ഇതുപോലെ ലൈനിങ് വെക്കണമെങ്കിൽ അത് അഴിച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാളും നിങ്ങൾക്കൊരു എളുപ്പവഴി എന്താ പറഞ്ഞാൽ അകത്ത് ഇപ്പോൾ സ്ലീവിന് ലൈനിങ് ആവശ്യമില്ലാത്ത തുണിയാണെങ്കിൽ എളുപ്പം ഒരു സ്ലീവ്ലെസ് ആയിട്ട് ഒരു ടോപ്പ് പോലെ അടിച്ചാൽ മതി. അത് സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ സ്ലിറ്റ് വെച്ചിട്ട് തന്നെ അടിച്ചാൽ മതി. അതായത് ടോപ്പിന് സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്തതാണെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്ത ഒരു ഇപ്പോൾ ഒരു ഷിമ്മിയൊക്കെ പോലെ ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. സെയിം കളറിൽ ലൈനിങ് ക്ലോത്ത് കൊണ്ട് അങ്ങനെ ഒന്ന് അടിച്ചാൽ മതി. അതാണ് അങ്ങനെയുള്ള ടോപ്പിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനിങ്. അല്ലാതെ മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മെനക്കെടേണ്ടി വരും. കാരണം അതിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ട് വീണ്ടും ലൈനിങ് കട്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അകത്ത് വേറെ തന്നെ ഒരു ടോപ്പ് അടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ ടോപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് മാത്രമല്ല, അതുപോലെ നമുക്ക് ലൈനിങ് റെഡിമെയ്ഡിലൊക്കെ ലൈനിങ് ഇല്ലാത്ത ടോപ്പുകൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡാർക്ക് കളറോ ഒരു ലൈറ്റ് കളറോ അടിച്ചു വെച്ചാൽ എപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട് ഉടനെ തന്നെ എത്താം, സ്റ്റിച്ചിങ് ക്ലാസ്സായിട്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ലൈനിങ്ങും ടോപ്പും ഒക്കെ ഒന്ന് വീണ്ടും കട്ട് ചെയ്തിട്ട് റെഡിയായി നിൽക്കുക.